സൂപ്പർ ഹിറ്റായ പുഷ്പ 2-വിൽ പൂളിൽ കിടക്കുന്ന വില്ലനായ പോലീസ് ഓഫീസർക്ക് മേൽ മൂത്രമൊഴിക്കുന്ന കൊടൂര നായകനാണ് അല്ലു അർജുൻ. വെള്ളിത്തിരക്ക് പുറത്ത് ഇന്ന് അതേ താരത്തിന് പോലീസ് സ്റ്റേഷനിലിരുന്ന് വെള്ളം കുടിക്കേണ്ടി വന്നത് വിരോധാഭാസം എന്ന് പറയേണ്ടി വരും. പുഷ്പ 2 കേസിൽ 2 മണിക്കൂറോളമാണ് അല്ലു അർജുനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തത്. രാവിലെ 11:30 അച്ഛൻ അല്ലു അരവിന്ദ്, അഭിഭാഷകനായ അശോക് റെഡ്ഡി എന്നിവർക്കൊപ്പമാണ് ഹൈദരാബാദിലെ ചിക്കൻപള്ളി പോലീസ് സ്റ്റേഷനിൽ അല്ലു എത്തിയത്. താരത്തിന് പിന്തുണയുമായി ആരാധകരുടെ വലിയ കൂട്ടവും പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തി. പുഷ്പ 2 റിലീസ് ദിനമായ ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട രേവതി എന്ന യുവതി മരിക്കുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് അല്ലുവിനെ പോലീസ് ചോദ്യം ചെയ്തത്. സംഭവ ദിവസം അല്ലു അർജുൻ സന്ധ്യ തിയേറ്ററിൽ എത്തിയിരുന്നു. പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് അല്ലു തിയേറ്റർ സന്ദർശനത്തിന് എത്തിയത് എന്നാണ് ആരോപണം. മാത്രമല്ല, യുവതിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും തിയേറ്ററിൽ താരം സിനിമ കാണാൻ തുടർന്നുവെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് ചോദിച്ച മിക്ക ചോദ്യങ്ങൾക്കും മൗനമായിരുന്നു അല്ലുവിന്റെ മറുപടി എന്നാണ് റിപ്പോർട്ടുകൾ. അല്ലു അർജുനോട് അന്വേഷണ സംഘം ചോദിച്ച ചോദ്യങ്ങളിൽ ചിലത് ഇവയാണ്. 1. തിയേറ്ററിലേക്ക് എത്താൻ പോലീസ് നിങ്ങൾക്ക് അനുമതി നിഷേധിച്ച കാര്യം അറിഞ്ഞിരുന്നോ? 2. പോലീസ് അനുമതി നിഷേധിച്ച ശേഷവും തിയേറ്ററിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ആരാണ്? 3. പുറത്തു നടന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങളെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നോ? 4. തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന വിവരം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? 5. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സുരക്ഷാ സംഘം ആളുകളെ മർദ്ദിച്ചപ്പോൾ തടയാതിരുന്നത്? അസിസ്റ്റന്റ് കമ്മീഷണർ രമേശ്, സർക്കിൾ ഇൻസ്പെക്ടർ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അല്ലുവിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ സന്ധ്യ തിയേറ്ററിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും അല്ലുവിന് മുന്നിൽ പോലീസ് പ്രദർശിപ്പിച്ചു. 10 മിനിറ്റോളം വരുന്ന ഈ വീഡിയോയിൽ ജനക്കൂട്ടം തിയേറ്ററിനകത്തേക്ക് തള്ളിക്കയറുന്നതും അതിനിടെ ഒരാൾ മരത്തടി കൊണ്ട് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും കാണാം. ഡിസംബർ 13-ന് അല്ലുവിനെ വീട്ടിൽ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ തെലങ്കാന ഹൈക്കോടതി താരത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു.